മലയാളത്തിൻ്റെ കാവ്യബിംബങ്ങളെ ഒരു കിളിനാദത്തിൻ്റെ വശ്യതയായി കുളിർമഴ പെയ്യിച്ച് മഞ്ഞണിപ്പൂനിലാവ് തീർത്ത ഗാനഗോകുലം എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ജനയുഗം പൊളിറ്റി പ്രൂബിലേക്ക് സ്വാഗതം. അധികാരം ഗ്രാമങ്ങളിൽ എത്തുമ്പോഴാണ് വികസനം യാഥാർത്ഥ്യമാകുന്നതെന്ന് മഹത്തായ ലക്ഷ്യമായിരുന്നു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. അതിനെ ഗ്രാമസ്വരാജ് എന്നാണ് വിളിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായി കണ്ടിരുന്നു. എന്നാൽ ഇന്ന് കോൺഗ്രസും ആ പാർട്ടി നേതൃത്വം നൽകുന്ന UDF സർക്കാരും ഏറ്റവും അടിസ്ഥാന ഘടകമായ തദ്ദേശ സ്ഥാപനങ്ങളെ മറന്നിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രകടമായ ഉദാഹരണമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ വരുത്തിയ വെട്ടിക്കുറവ്. LDF സർക്കാർ 2026-27 സാമ്പത്തിക വർഷത്തേക്ക് മാത്രം 10,189 കോടി രൂപ വകയിരുത്തിയപ്പോൾ UDF സർക്കാർ 8,655.45 കോടിയായി ചുരുക്കുകയാണ് ഉണ്ടായത്. രാജ്യത്താകെയുള്ള പ്രാദേശിക ഭരണ സംവിധാനങ്ങളിൽ ഏറെ മുന്നോട്ട് പോയതാണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ വേറിട്ട മാതൃകയായി കേരളത്തിൽ ഉള്ളത്. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും ഏറ്റവും വലിയ ജനാധിപത്യ നവീകരണങ്ങളാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരവും ഫണ്ടും ഉദ്യോഗസ്ഥ സംവിധാനവും നൽകി ജനകീയ പങ്കാളിത്തത്തോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് ശക്തമായ അടിത്തറയിട്ടു. എന്നാൽ UDF അധികാരത്തിൽ എത്തിയപ്പോഴെല്ലാം അധികാര വികേന്ദ്രീകരണത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിച്ചത്. LDF സർക്കാർ അധികാരം താഴേക്കിടയിലേക്ക് വികേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലാ കൗൺസിലുകൾ രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി അധികാര കൈമാറ്റം നടത്തി തെരഞ്ഞെടുക്കപ്പെട്ട സമിതിയെ പിരിച്ചുവിട്ട ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. ആ സംവിധാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ മാത്രമല്ല, കേരളത്തിൻ്റെ വികസന മാതൃകയാകെ ദുർബലപ്പെടുത്തുന്നതിന് തുല്യമാണ്. കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ഇവിടെ ഒരു ഭരണഘടന ഉണ്ടെന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. വൈവിധ്യങ്ങൾക്ക് നടുവിലുള്ള ഇന്ത്യ എന്ന വികാരമാണ് രാജ്യത്തുള്ളത്. നാനാത്വത്തിൽ ഏകത്വം ഇത് പ്രാദേശികമായ വൈജാത്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അടിസ്ഥാന ആവശ്യമായിരിക്കുന്ന വിദ്യാഭ്യാസത്തെ സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പ്രാദേശിക ഭരണകൂടങ്ങൾ പ്രാദേശികമായ താല്പര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങളുടെ വിദ്യാഭ്യാസം നിറവേറ്റുന്നതായിട്ടാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തെയും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ എന്ന പേരിലുള്ള ഉന്നത വിദ്യാഭ്യാസ ബിൽ. പാർലമെന്റിന്റെ കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച ബില്ല് ഇപ്പോൾ പുനഃപരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലാണ്. ഭരണഘടന പ്രകാരം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അധികാരങ്ങൾ ഓരോന്നായി കേന്ദ്രം കവരുന്നതിന്റെ തുടർച്ചയായി വേണം വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങളെയും കാണാൻ. വാരണാസിയിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയും വിവിധ കേന്ദ്ര സംസ്ഥാന സർവകലാശാലകളും ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലുള്ള IIT അടക്കം ഒട്ടേറെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതിയ ബില്ലിലെ വ്യവസ്ഥകളിൽ അംഗീകാരത്തെ ആശങ്കയാണ് അറിയിച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവയ്ക്ക് പകരമായി ഉന്നത റെഗുലേറ്ററി കൗൺസിൽ രൂപീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഘടനാപരമായിരിക്കുന്ന പൊളിച്ചെഴുത്താണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ എന്ന പേരിട്ടിരിക്കുന്ന ഈ കൗൺസിൽ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കുമെന്ന് ബില്ലിലെ വ്യവസ്ഥകൾ വ്യക്തമാക്കുന്നു. ജനയുഗം പൊളിറ്റി പ്രൂബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.